ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നു പറയുന്നത് നമ്മുടെ ബോധത്തിനെ, നമ്മുടെ ചിന്തയെ വികസിപ്പിക്കുക എന്നതാണ്. ഞാൻ, എന്റേത് എന്നൊക്കെ പറയുന്ന ആ ചെറിയ തടവറയില്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുവന്ന് വസുദൈവ കുടുംബകം എന്ന വലിയ സത്യം മനസ്സിലാക്കുക. അതായത് ഈ ലോകം മുഴുവനും ഒരൊറ്റ കുടുംബമാണെന്ന് അനുഭവിച്ചറിയുക. ആ തടവറ തുറക്കാനുള്ള താക്കോലാണ് സേവനം. അതുകൊണ്ടുതന്നെ ഇതൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, അതിലുപരി ഒരു ആത്മീയ യാത്ര കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലൂടെയും ഓരോ സേവനത്തിലൂടെയും നമ്മുടെ ആത്മാവ് അതിന്റെ പരിമിതികളൊക്കെ പൊട്ടിച്ച് വലുതാവുകയാണ്. ഒരു ചെറിയ അണുവിന് തുല്യമായ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിന്റെ അംശത്തിലേക്ക് നമ്മൾ വളരുകയാണ്. അപ്പോൾ ഒന്നോർക്കുക, നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനത്തിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അത് നമ്മുടെ ആത്മീയ കടങ്ങൾ വീട്ടുന്നു, നമുക്ക് മനസ്സമാധാനവും സംതൃപ്തിയും തരുന്നു. 2, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കി അത് മാറ്റുന്നു. ഒടുവിൽ നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ ബാക്കി വയ്ക്കാവുന്ന ഏറ്റവും വലിയ പൈതൃകവും അതുതന്നെയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം ആ വലിയ കണക്ക് പുസ്തകം, ആ ആത്മീയ ബാലൻസ് ഷീറ്റ് തുറന്നു നോക്കുമ്പോൾ അതിലെ കണക്ക് എന്തായിരിക്കും കാണിക്കുക? നമ്മൾ സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരുന്ന ഒരു കടക്കാരനായിരിക്കുമോ? അതോ കിട്ടിയതിനേക്കാൾ കൂടുതൽ തിരികെ നൽകി നിറഞ്ഞ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരാളായിരിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.